ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടാനായിട്ട് പലരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചാനലിലേക്ക് ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ആ വീഡിയോ കാണുന്നതിൽ ഒരു 3 തരം ആളുകളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഏതൊരു മാർഷൽ ആർട്സ് ചാനലാണെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൂടാതെ അതൊരു ഫിറ്റ്നസ് സൈഡിൽ നിന്ന് കാണുന്ന ആളുകളുമുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗക്കാരാണ് ഇത് കണ്ടു പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ആ ഒരു ആഗ്രഹത്തോടെ കാണുന്നതാണ് മൂന്നാമത്തെ ഒരു വിഭാഗക്കാർ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലെ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ലെസൺസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കും പലർക്കും അതൊരു മടുപ്പുണ്ടാവും. നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകുന്ന സമയത്ത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആ ഒരു ക്ലാസ്സിലേക്ക് മാത്രമായിട്ടാണ് നിങ്ങളുടെ സമയം പോകുന്നത്. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പം 5 മിനിറ്റ് പോലും, 5 മിനിറ്റ് ഒരു വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അതിലൊരു 3 മിനിറ്റ് പോലും കണ്ടിരിക്കാനായിട്ട് ക്ഷമയോ അല്ലെങ്കിൽ സമയവും ഇല്ലാത്ത ആളുകളാണ് ഇന്നിപ്പം ആ ഒരു രീതിയിലേക്കാണ് യൂട്യൂബ് വീഡിയോകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ റെഗുലർ ക്ലാസ് എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ ചാനലിൽ നമുക്കൊരു അത്ര പോസിബിൾ അല്ല. പിന്നെ നിങ്ങൾ അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് ഒരു മറ്റൊരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകളുടെ കുറച്ച് ബേസിക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗ് ഇതുപോലെ ഒരു കാല്, ലെഫ്റ്റ് ലെഗ് ഇതുപോലെ മുന്നിലേക്ക് വെക്കുക, ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുക, ബാക്ക് ലെഗ് ഈ ഒരു പൊസിഷനിൽ. നമ്മൾ കിക്സും പഞ്ചും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആ ഒരു ഇതിലേക്കാണ്, ഡീപ് സ്റ്റാൻസിലേക്കല്ല, കുറച്ച് ഷോർട്ടായിട്ട്. ഇതൊരു ഫൈറ്റിംഗ് മൂവ്മെൻ്റ് ആണ്. നമ്മളൊരു ഫൈറ്റിലേക്ക് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് നമുക്ക്, അതായത് ബോഡി ശരിക്കും മൂവ് ചെയ്യാനും ഫോർവേഡ് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും അതുപോലെ സൈഡ് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം ഡീപ്പിലേക്ക് പോരുത്, കുറച്ച് ഷോർട്ടാക്കി വെക്കുക. പിന്നെ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 2 ലെഗും ഞാൻ മുൻപ് കിഡ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം 2 ലെഗ് നമുക്ക് ഒരേ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ ഒരു ഫ്രീ നമുക്ക് ഈ കാലിന് വേണം, നമ്മൾ ഈ ലെഗ് ഇങ്ങനെ ഈ സ്റ്റാൻസിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു അറ്റാക്ക്, ഒരു പഞ്ചോ കിക്സോ ഒരാളുടെ ഒരു അറ്റാക്ക് വരുന്നതെന്ന് വരും. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഇമാജിൻ ചെയ്യാന്നുള്ള ഒരു ഇമാജിനേഷനിൽ നടക്കുന്നത്. കാരണം ഒരു പാർട്ട്ണർ ഇല്ലാതെ ആയിരിക്കും പലരും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ് ശരിക്കും. ഒരു അറ്റാക്ക് നമ്മളുടെ നേരെ വരുന്നതായിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. ആ വരുന്ന ആളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് മാറുക, നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് മാറിയിട്ട് ആ വരുന്ന ആളുടെ ലെഗിലേക്ക് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ലെഗ് വെച്ച് ആളുടെ നീയിലേക്ക് ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് കിക്സ് അടിക്കുന്നു. തിരിച്ച് വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ വരുന്നു. ഇനി ഇവിടുന്ന് ഈ ആൾ വരുന്ന ഒരു പൊസിഷൻ നിങ്ങൾ ഇവിടെ ഒന്ന് റെഡി ആകുക. ആൾ വരുന്ന ഒരു പൊസിഷൻ ഇമാജിൻ ചെയ്യുക. ആ വരുന്ന സമയത്ത് ലെഗ് എടുത്തിട്ട് ബാക്കിലേക്ക് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ അടുത്തേക്ക് വരുന്ന ആളുടെ ഫ്രണ്ട് ഫുട്ട് ലെഗിലേക്ക് നമ്മുടെ ഫ്രണ്ടിലെ കാലെടുത്തിട്ട് ഇവിടെ നിന്ന് സൈഡ് ഇതുപോലെ ഒന്ന് കിക്സ് അടിക്കുക, തിരിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഈ മാറുന്ന സമയത്ത് ഇവിടെ നിന്ന് ഓൾറെഡി ആ വരുന്ന അറ്റാക്കിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി മാറുന്നു, അവിടെ നിന്ന് കിക്സ് അടിക്കുന്നു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ 1 2 വീണ്ടും ഇവിടെ തന്നെ വരിക, ഇവിടെ നിന്ന് 1 2. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ചെയിനായിട്ട് ചെയ്യാം. ഈ മാറുന്ന സമയത്ത് തന്നെ ആൾ വരുന്ന സമയത്ത് ജസ്റ്റ് മാറുമ്പോൾ തന്നെ ജസ്റ്റ് കിക്ക് അടിക്കാം. അപ്പോൾ അത് 2 സൈഡും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഇതുപോലെ പഴയ പൊസിഷനിൽ തന്നെ വരിക. ഇത്തവണ വരുന്ന ആളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് സൈഡിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഗിൻ്റെ പൊസിഷൻ ഇവിടുന്ന് ഡീപ്പായി പോവാതെ ഇതിനോടൊപ്പം തന്നെ വരിക. ആ മൂവ്മെൻറ്റ് ഒന്ന് ഫസ്റ്റ് ടൈം ചെയ്യുക. ആ വരുന്നത് ജസ്റ്റ് നിങ്ങൾ ആ സ്പീഡൊന്ന് ഇമാജിൻ ചെയ്യുക. ആൾ വരുന്ന ആ ഡയറക്ഷനിൽ ഓക്കെ ഒന്ന് മാറുക. ഓക്കെ ഈ മാറുന്ന മൂവ്മെൻറ്റിൽ നിന്ന് നെക്സ്റ്റ് അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഈ ലെഗ് എടുക്കുക. ലെഗ് ഉയർത്തിട്ട് എതിരാളിയുടെ ഒപ്പണൻറ്റിൻ്റെ ലെഗ് നീ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് കിക്ക് അടിക്കുക. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാർട്ട് കിക്സ് അടിച്ചിട്ട് വെക്കുക. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഓപ്പണൻ്റ് ആ വരുന്ന സമയത്ത് ആ ഒരു സമയം ഇമാജിൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിൽ കാണുക, ജസ്റ്റ് ഒന്ന് മാറുക, കിക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ലെഗ് ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വെക്കുക, റെഡി ആകുക. ഓപ്പണൻ്റ് നമ്മൾ നേരെ വരുന്ന അറ്റാക്കിൽ നിന്ന് ബോഡിയിലേക്ക് വരുന്ന അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് ബോഡി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് സൈഡിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം.
ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ലെഗ് എടുത്ത് മാറ്റുമ്പോൾ ഇതും ബോഡിയുടെ കൂടെ വരേണ്ടതാണ്. ഇങ്ങനെ വൈഡായി പോവാതെ ചെയ്യുന്ന സമയത്ത് ഇത് കൂടെ വരുത്തുക. വീണ്ടും ഫസ്റ്റ് ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. ഇത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത മൂവ്മെന്റ് ഇവിടുന്ന് ഓപ്പണന്റിന്റെ ലെഗിലേക്ക് തൈസിലേക്കാണ് ഈ നിൽക്കുന്ന പൊസിഷൻ ഈ വരുന്ന ആളുടെ ഈ ഒരു പാർട്ടിലേക്ക് തൈസിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്ന് ജസ്റ്റ് മൂവ്മെന്റ് മാറുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒരു കിക്സ് അടിക്കുക. ആ കിക്സ് കൊള്ളുന്നത് നമ്മുടെ വിരലിന്റെ താഴെ വരുന്ന ടോയിന്റെ താഴെ വരുന്ന വശമാണ് ആ കിക്സിലേക്ക് വരുന്നത്. നമ്മൾ ത്രസ്റ്റ് കിക്ക് അടിക്കുന്നത് പോലെ തന്നെ ആ ഒരു വശത്ത് ടേൺ ചെയ്തിട്ടാണ് നിൽക്കുന്ന സമയത്ത് നിന്ന് ഇവിടെ നിന്ന് നീ ഒന്ന് ബെൻഡ് ചെയ്യുക. നീ ബെൻഡ് ചെയ്തിട്ട് ഇതും ബെൻഡ് ആവുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കിക്സ് വരുന്നത്. അപ്പം ഇതുപോലെ റൗണ്ട് ഹൗസ് പോലെ ഫുൾ നിവർത്തിയിട്ടല്ല, ലെഗ് നിവർത്തിയിട്ടല്ല, പകരം ഇത് ബെൻഡിൽ നിന്നുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റിലാണ് കിക്ക് വരുന്നത്. അപ്പം ചെയ്ത് നോക്കാം. ഈ ഒരു പൊസിഷനിലേക്ക് ഫസ്റ്റ് വന്നു. ഇവിടെ നിന്ന് ലെഗ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഒന്ന് ടേൺ ചെയ്യുന്നു, ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലെഗ് എടുക്കുന്നു. ഓക്കെ, ബാക്ക്. അപ്പോൾ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ലെഗ് ഇതുപോലെ മുന്നിലാക്കി വെക്കുക. ഇത്തവണ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓപ്പണൻ്റ് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ വരുന്ന അതേ ടൈമിന് തന്നെ നമ്മൾ ലെഗിനെ ജസ്റ്റ് ഒന്ന് ബോഡിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വരുന്നു, ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് എടുത്തിട്ട് ഓപ്പണൻറ്റിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് ഇവിടുന്ന് കിക്സ് അടിക്കുക. തിരിച്ചുവിടെ വെക്കുക. വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ വരിക. ഇവിടുന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ചേഞ്ച് ആവുന്ന സമയത്ത് ഫസ്റ്റ് ടൈം 1 ഇതുപോലെ ഒന്ന് ചേഞ്ച് ആകുക. 1 വീണ്ടും 1 നെക്സ്റ്റ് 2. അപ്പോൾ ചെയ്യുമ്പോൾ 1 2 ഇത് ചെയിനായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്ന കൂട്ടത്തിൽ അപ്പം നമ്മൾ നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു ടൈമിനാണ് ജസ്റ്റ് നമ്മൾ മാറുന്നതും ആ സമയത്ത് തന്നെയാണ് കിക്ക് അടിക്കുന്നത്. അതായത് ഒരൊറ്റ മൂവ്മെൻ്റ് ആട്ടോ. ഫസ്റ്റ് കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്യുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുന്തോറും ഇതൊന്ന് 1 2 മാറുന്ന സമയത്ത് തന്നെ ഈ ഒരു പാർട്ടിലേക്ക് കിക്സ് അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടെക്നിക്കുകളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എത്ര വട്ടം ചെയ്യുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.